ആദ്യമായി പറയാം, പരിശുദ്ധ ഇസ്ലാം കുടുംബത്തിനും കുടുംബ ബന്ധത്തിനും വലിയ സ്ഥാനമാണ് നൽകിയത്. അത് ഈ സദസ്സിൽ വിശദീകരിക്കേണ്ടതില്ല. പല ക്ലാസ്സുകളിലും മറ്റും നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ്. മനുഷ്യ സൃഷ്ടിപ്പ് തന്നെ കുടുംബത്തോടൊപ്പമുള്ള ജീവിതത്തിനാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ശാസ്ത്രീയമായും സാമൂഹികമായും അത് മനസ്സിലാക്കാനാവുകയും ചെയ്യും. ഈ വേദിയിൽ തന്നെ മുമ്പൊരിക്കൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യക്കുഞ്ഞിന് മാത്രമാണ് ബുദ്ധിപരമായ വികാസമില്ലാതെ ജനിക്കേണ്ടി വരുന്നത്. മറ്റ് തസ്തനികളല്ല. അതേ വർഗത്തിലെ ബുദ്ധിവികാസം പ്രാപിച്ച ജന്തുക്കളുടെ 80% ബുദ്ധിയോടുകൂടെയാണ് ജനിച്ചു വീഴുന്നത്. നേരെമറിച്ച് മനുഷ്യൻ 1/5% ബുദ്ധിവൈഭവം പോലും ഇല്ലാതെയാണ് പിറക്കുന്നത്. പിന്നീട് പതിയെ പതിയെയാണ് മനുഷ്യന് വികാസം വരുന്നത്. ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ബുദ്ധി ഏകദേശം വികസിച്ചു വരണമെങ്കിൽ 7 വയസ്സാകുമെന്നാണ്. അത് പൂർണ്ണമായ രീതിയിലേക്ക് എത്തണമെങ്കിൽ 13 ടീനേജിലേക്ക് എത്തണം എന്നാണ്. നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയ കോഴിക്കുഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ ഒരു കാക്കയുടെ നിഴൽ മുന്നിലൂടെ അങ്ങോട്ട് പാറിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സജീവമാകുന്നു. അതിൻ്റെ ഉമ്മക്കോഴിയുടെ ചിറകിനുള്ളിൽ സുരക്ഷിതമായ ഇടം കണ്ടെത്തുന്നു. ജനിച്ച് മിനിറ്റുകളായിട്ടേ ഉള്ളൂ. അവർ സ്കൂളിൽ പോയിട്ടില്ല, അങ്കണവാടി പോയിട്ടില്ല, പ്രീ സ്കൂളിൽ പോയിട്ടില്ല. ഒരാളും അങ്ങനെ ഒരു വിദ്യ അതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ നൈസർഗികമായ ചോദന അനുസരിച്ച് ഒരു കാക്കയുടെ നിഴൽ കാണുമ്പോഴേക്ക് സുരക്ഷിതമായ ഇടം ആ കോഴിക്കുഞ്ഞ് കണ്ടെത്തുന്നു. അപ്പം അതിലേറെ അത്ഭുതമാണ് ഈ കങ്കാരു കുഞ്ഞുവിൻ്റെ കാര്യം. അത് ജനിക്കുമ്പോൾ 3 ഗ്രാമാണ് ഉണ്ടാകുക. 100 കിലോ വരെ വരും അതിൻ്റെ പ്രായപൂർത്തിയായി വലിയൊരു കങ്കാരുവിന്. ആ സാധനം ജനിക്കുമ്പോൾ 100 ഗ്രാമാണ് ഉണ്ടാവും. 3 ഗ്രാമാണ് ഉണ്ടാവും. ഒരു സ്പൂണിൽ കൊള്ളും. ആ കുഞ്ഞിന് ചെറിയൊരു കൈ ഉണ്ടാകും. ഒരു കണ്ണിൻ്റെ സ്ഥാനത്ത് മാത്രം ഒരു ചെറിയ പുള്ളി പോലത്തെ സംഭവം ഉണ്ടാകും. എന്നാൽ പിറന്നു വീണ ഉടനെ മാതാവിൻ്റെ വയറുഭാഗത്തുള്ള രോമങ്ങളിൽ അള്ളിപ്പിടിച്ച് ആ കുഞ്ഞ് മുകളിലേക്ക് വന്ന് അതിൻ്റെ വളർച്ച ഇനി പൂർത്തിയാകേണ്ട ഉമ്മയുടെ വയറിലുള്ള ബാഗിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പിന്നെയുള്ള കുറേ അത്ഭുതങ്ങളുണ്ട്. ഞാൻ അതല്ല ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഈ കുട്ടിക്ക് വളരെ നേർപ്പിച്ച പാല് വേണം. ചെറിയൊരു സിറിഞ്ച് പോലത്തെ സാധനം ഇതിൻ്റെ വായിലേക്ക് ഫിറ്റ് ചെയ്യപ്പെടും. അതിനകത്തുനിന്ന് അതിലൂടെ നേർപ്പിച്ച പാല് കിട്ടും. അതേസമയത്ത് 3 മാസമോ 4 മാസമൊക്കെ ആയ കങ്കാരു കുഞ്ഞ് അപ്പുറത്തുണ്ടാവും. ഇതിൻ്റെ മുന്നേ പ്രസവിക്കപ്പെട്ട്. അതിന് നല്ല സ്ട്രോങ് ആയ പാല് വേണം. അതിന് വേണ്ട പാല് അതേ സ്ഥലത്തിൻ്റെ തൊട്ടുപ്പുറത്തുള്ളതിൽ നിന്ന് അതിനും ലഭ്യമാകും. വലിയൊരു കൗതുകമാണ് ഈ കങ്കാരുവിൻ്റെ കാര്യം. നമ്മളിപ്പോൾ അതല്ല ഉദ്ദേശിച്ചത്. 3 ഗ്രാം മാത്രം ഒരു സ്പൂണിൽ കൊള്ളുന്ന ആ കുഞ്ഞിന് പോലും എങ്ങനെയാണ് അതിൻ്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്ന ബോധമുണ്ട്. മനുഷ്യൻ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. മെല്ലെ മെല്ലെ നടക്കണ, മുട്ടുകുത്തണ, ഞെരങ്ങണൊക്കെ കാലത്ത്, 1.5 വയസ്സ് 2 വയസ്സൊക്കെ കാലത്ത് ഒരു വലിയ സർപ്പം അതിനെ സമീപിച്ചാൽ ഇത് തൻ്റെ ശത്രുവാണെന്നോ അല്ലെങ്കിൽ എനിക്ക് അപകടം ഉണ്ടാക്കുന്നതാണോ എന്ന ബോധമൊന്നും ഉണ്ടാവില്ല. അതിനെ പിടിക്കും, കളിക്കും, ചുംബനം കൊടുക്കും, തോളിലിടും, എല്ലാം ചെയ്യും. എന്തുകൊണ്ടാണ് 2 വയസ്സായിട്ടും മനുഷ്യക്കുഞ്ഞിന് അങ്ങനെ ഒരു ബോധമില്ലാത്തതും? ജനിച്ച് വീഴുന്ന നിമിഷത്തിൽ അതിൻ്റെ സുരക്ഷിതമായ രീതി പ്രാപിക്കാൻ കങ്കാരു കുഞ്ഞുവിനും കോഴിക്കുഞ്ഞിനും സാധിക്കുന്നതും. അവരുടെ ജീവിതം അങ്ങനെയാണ് എന്നാണ് അതിന് ലളിതമായൊരു ഉത്തരം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഒരു വിശേഷണം പറയുന്നത്. എല്ലാത്തിനെയും പഠിക്കുകയും അവയ്ക്ക് വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്യുന്നവനാണ് എൻ്റെ അള്ളാഹു. സൂറത്ത് ത്വാഹയുടെ 50-ാമത്തെ വചനത്തിൽ അങ്ങനെയാണ് ഫറോവയുടെ മുന്നിൽ പടച്ച റബ്ബിനെ മൂസാ അലൈഹിസ്സലാം പരിചയപ്പെടുത്തുന്നത്. ഈ നൈസർഗിക ചോദനയനുസരിച്ച് ആവശ്യാനുസരണമുള്ള വിദ്യകളും വിജ്ഞാനമൊക്കെ ഇങ്ങനെ നേടി അവ സ്വയം പര്യാപ്തരായി വളർന്നു വരും.
മനുഷ്യക്കുഞ്ഞ് അങ്ങനെയല്ലേ അല്ല. അതുകൊണ്ട് ഓരോ നിമിഷത്തിലും മനുഷ്യക്കുഞ്ഞിനെ സംരക്ഷിക്കാനും വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കാനും ഇന്നതേ കഴിക്കാവൂ ഇന്നതിന്നത് പാടില്ലെന്ന് പറയാനും ഇന്നയിടത്ത് കയറിയാൽ വീണുപോയാൽ അപകടം പറ്റുമെന്ന് പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഈ കുഞ്ഞിനോടൊപ്പം ഒരാൾ വേണം. അതിനേറ്റവും അർഹത അതിനെ പ്രസവിച്ച ഉമ്മയ്ക്കാണ്. കുഞ്ഞിൻ്റെ കാര്യവും ഉമ്മയുടെ കാര്യവും നടന്നു പോകണമെങ്കിൽ അവർക്ക് ആരോഗ്യപരമായ സംരക്ഷണം വേണം, ഔഷധം വേണം, വസ്ത്രം വേണം, ഭക്ഷണം വേണം, താമസ സംവിധാനങ്ങൾ വേണം. കുഞ്ഞിനെയും നോക്കി ഉമ്മയ്ക്ക് നേരാവണ്ണം കുഞ്ഞിനെ പരിശീലിപ്പിച്ച് ഒന്നാമത്തെ അധ്യാപികയായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ കുഞ്ഞിനും ഉമ്മയ്ക്കും വേണ്ട അടിസ്ഥാന സംവിധാനങ്ങൾ ഉണ്ടാവണം. അതൊരുക്കാൻ ഒരാൾ വേണം. അതിന് ഏറ്റവും അർഹത ഈ ഉമ്മയുടെ ഭർത്താവായ കുഞ്ഞിൻ്റെ പിതാവാകുന്ന വ്യക്തിക്കാകുന്നു. ഇവർ 3 പേരും ചേരുന്നതിൻ്റെ പേരാണ് കുടുംബം എന്ന്. അപ്പം മനുഷ്യൻ എങ്ങനെ ആലോചിച്ചാലും കുടുംബത്തിന് പ്രാധാന്യം നൽകിയേ പറ്റൂ. പ്രകൃതിയുടെ മതമാവുന്ന ഇസ്ലാം അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ അഹബ്ബ അൻ യുബസത്ത ലഹു ഫി റിസ്ഖിഹി എന്ന് തുടങ്ങുന്ന ദീർഘമായ ഹദീസ്. ഒരാളുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടാൻ, അവന് ഭക്ഷണം കിട്ടാൻ, അവൻ്റെ ആയുസ്സിന് ദൈർഘ്യം കിട്ടാൻ ഫല്യസിൽ റഹ്മഹു, അവൻ്റെ കുടുംബത്തെ ചേർക്കട്ടെ എന്ന്. നിരവധിയായ ഹദീസുകൾ ഇത് നമ്മളോട് സംസാരിക്കുന്നു. ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾ ഉണ്ട്. ഇതിൽ അവരെ എഴുന്നേറ്റ് പോയി കുടുംബബന്ധം ചേർത്ത് വരട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാബിവര്യം പോയിട്ട് മൂത്തമ്മാനോടുള്ള പണക്കമൊക്കെ തീർത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണപ്രകാരം കുടുംബത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സ്നേഹവും സമാധാനവും ശാന്തിയുമുള്ളൊരു ജീവിതം സാധ്യമാവുക എന്നുള്ളതാണ്. ഒറ്റക്കൊരു മനുഷ്യനതെങ്ങനെയായാലും കരഗതമാക്കാൻ കഴിയില്ല. ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ ജീവിക്കുന്നു, അയാളുടെ ആവശ്യങ്ങൾ ധാരാളം ഉണ്ടാകും. നല്ല ആരോഗ്യമുള്ള സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വലിയ ആവേശം കാട്ടി ഒറ്റയ്ക്ക് ജീവിച്ച് ആരോഗ്യമൊക്കെ നശിച്ച് വൃദ്ധരാകുന്ന സമയത്ത് ഗംഭീരമായി പൊറുതുകേട് അനുഭവിക്കുന്നതിനെ കുറിച്ചല്ല. ഒരാശ്വാസത്തിൻ്റെ വർത്തമാനം പറയാൻ പോലും ആരുമില്ലാത്ത ആ ഒരു ശൂന്യതയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ചുമച്ച് നട്ടപ്പാതിരക്ക് ഉണരുമ്പോൾ ചൂടുവെള്ളം വേണമെന്ന് ചോദിച്ച് അടുത്തു വരാൻ ഒരു മോനോ മോളോ മരുവോളോ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവുണ്ടെങ്കിൽ, ആ സമയത്ത് ലഭ്യമാകുന്ന ആ ശാന്തതയെയും ആത്മവിശ്വാസത്തെയും കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒറ്റക്ക് ചുമച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ കഴിയാണ്ട് വരും, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും, യഥാസമയം ഔഷധം വേണ്ടി വരും, അത് ഓർമ്മപ്പെടുത്താൻ ആൾ കൂടെ വേണ്ടി വരും. ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഔഷധം യഥാസമയത്ത് ഉപയോഗിക്കാൻ ഓർമ്മപ്പെടുത്താൻ ഒരാളില്ലാതെ പോയാൽ ചിലപ്പോൾ ആ രോഗം തന്നെ മാരകമായിട്ട് മാറും. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശാന്തതയ്ക്കും ആശ്വാസത്തിനും സമാധാനത്തിനും സ്നേഹത്തിനും സ്നേഹം നുകരാനും പകരാനും ഒക്കെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തെക്കുറിച്ച് മതം ധാരാളമായി പറയുന്നു. കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മതം മുന്നിൽ വെക്കുന്നത് ഈ സന്താന പരിപാലനം തന്നെയാണ്. സന്താന പരിപാലനം കൃത്യമായ കുടുംബത്തിലല്ലെങ്കിൽ, അത് ധാർമ്മികമല്ലെങ്കിൽ, മതപരമല്ലെങ്കിൽ, അപ്രകാരം തന്നെ നല്ല ആശ്വാസത്തിനും സമാധാനത്തിനും ജീവിക്കുന്ന കുടുംബത്തിലല്ലാതെ മക്കൾ വളർന്നു വരികയാണെങ്കിൽ, ഈ ആഴ്ചയിലൊക്കെ നമ്മൾ വല്ലാതെ സങ്കടത്തോടു കൂടെ കണ്ട ചില വീഡിയോസൊക്കെ നമ്മൾ പിന്നെയും ഓർക്കേണ്ടി വരും. തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞൊരു കുഞ്ഞിന് 5ഉം 6ഉം ചെറുപ്പക്കാരാകുന്ന കുട്ടികൾ ചേർന്ന് 18-17 വയസ്സുള്ളവർ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട രീതിയിൽ ഇടിച്ച് ചവിട്ടി ഇങ്ങനെ പരുവത്തിലാക്കുന്നത്, പഞ്ചറാക്കി വിടുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കത് തുടർന്ന് കാണാൻ കഴിയില്ല. 18 വയസ്സാവോളം അങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞിട്ടായിരുന്നു പണ്ടൊരു കുട്ടിയെ ഇടിച്ചു കൊന്നത്. അവർ ഫോൺ സംഭാഷണത്തിൽ അങ്ങനെ പറഞ്ഞത്. 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്താലും ഒരു കേസ് ഉണ്ടാവില്ല എന്നായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗ്രൂപ്പ്, ഇവനെ ശരിയാക്കാൻ വേണ്ടി നിർമ്മിച്ച ഗ്രൂപ്പിൽ അവർ സംസാരിച്ചത്.
അപ്പോൾ 18 വയസ്സായിട്ടില്ലല്ലോ, എന്തും ചെയ്യാലോ എന്നുള്ള ബോധത്തിലേക്ക് മക്കളും വളരുന്നു. എന്നിട്ട് ഈ ഒരൊറ്റ സീസണിൽ 3 കുട്ടികളെ അടിച്ച് നിരത്തുന്നു. ഒരു മനുഷ്യജീവിയോട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇത് സംഭവിക്കണം എന്തുകൊണ്ടാണ്? വേണ്ട വിധത്തിലുള്ള പരിശീലനം കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട്. കുട്ടി ക്രിമിനലുകളെ കുറിച്ച് നമ്മൾ മുഴുവനായിട്ട് പരിശോധിച്ചു നോക്കുക. കേരളത്തിലുള്ള അവരെ പാർപ്പിക്കുന്ന പ്രത്യേകമായ ചില ഇടങ്ങളുണ്ട്, ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറയണേ. അവിടെയൊക്കെ പോയിട്ട് നമ്മളൊന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ ഇത് സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്ന് പരിശോധിക്കുക. സ്നേഹവും സന്തോഷവും നിലനിൽക്കാത്ത വലിയ ആളുകൾ, അതായത് മാതാവും പിതാവും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ മക്കളായിരിക്കും കുട്ടി ക്രിമിനലുകളിൽ മുഴുവനും. അപ്പൊ മക്കളെ വളർത്തുക എന്നത് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി മതം കാണുന്നു. മനുഷ്യർ അവരുടേതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളുണ്ടാകും, അപ്പോൾ ആശ്വസിപ്പിക്കാനുള്ള ഇടമായി കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചരിക്കേണ്ടതുണ്ടാകും, അതിനുള്ള ഔദ്യോഗിക സംവിധാനമായി കാണുന്നു. ആയയെ വിളിച്ചാൽ പറ്റും, ശമ്പളത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സേവനം ഉണ്ടാകും. ആത്മാർത്ഥതയിലേക്ക് അത് ഇറങ്ങണമെങ്കിൽ അത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആവണം. എന്തായാലും പുതിയ കാല പ്രവണതകളുടെ ഒരു ഫലമായി കുടുംബബന്ധത്തിൻ്റെ പ്രസക്തി തന്നെ പലരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനാ കുടുംബം എന്നാണ്. പൊതുവെ സ്ത്രീപക്ഷത്തിൽ നിന്നാണ് അങ്ങനത്തെ ചില ഈ വിമർശനങ്ങൾ ഉണ്ടാവുക. ധാരാളമായി പറയേണ്ടതാണ്. ഫെമിനിസം എന്ന് പറയുന്ന സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട പ്രസ്ഥാനം, സ്ത്രീ വിമോചനം എന്നതിനപ്പുറം അവർ പുരുഷനെ ശത്രുവായി കാണാനാണ് കുടുംബിനികളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും പഠിപ്പിച്ചത്. പുരുഷനാണ് പ്രധാനപ്പെട്ട ശത്രു എന്ന്. ഈ ഒരു ശാസ്ത്രമം വളർന്നു വരണമെന്നവർ മോഹിച്ചു. അതിനു വേണ്ടി നിരന്തരമായി തിയറികൾ നിർമ്മിച്ചു. അപ്പോൾ കുടുംബം ഉള്ളത് കൊണ്ടാണ് പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കുടുംബം ഇല്ലാതെയാവണം. കുടുംബം ഇല്ലാതെയാവാൻ അടിസ്ഥാനപരമായി കല്യാണം എന്ന സംവിധാനം ഇല്ലാതെയാവണം. അതുകൊണ്ട് വിവാഹത്തിനെതിരെ അവർ പേർത്തും സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലം ഇവരുടെ ഈ ആദർശത്തെ സന്തോഷപൂർവ്വം സ്നേഹിച്ച നാടുകളിലൊക്കെ വളരെ മാരകമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബബന്ധത്തിന് പ്രസക്തിയില്ലാത്തത് കൊണ്ട് സംഭവിച്ച വലിയ മഹത്വം എന്താണ്? നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ജാരസന്താനങ്ങളുടെ വർധനമാണൊന്ന്, മാനസിക രോഗികളുടെ വർധനമാണൊന്ന്. കാരണം ഈ പറഞ്ഞതുപോലെയുള്ള ആവശ്യങ്ങളും ആശ്വാസം നേടേണ്ട സമയം വരുമ്പോൾ മനുഷ്യൻ നെകളിപ്പൊക്കെ മാറിയിട്ട് സാധാ മനുഷ്യനായി തീരും. അതുകൊണ്ടാണ് ചില തീവ്രമായി ജീവിതത്തെ കണ്ടിരുന്ന, കേരളത്തെ ഇങ്ങനെ കോരിത്തരിപ്പിച്ച് പ്രഭാഷണമൊക്കെ നടത്തിയിരുന്ന ചില സാറന്മാരൊക്കെ ആദ്യം കുടുംബത്തിന് തീരെ പ്രസക്തി നൽകാതിരുന്നു, വേണ്ടാന്ന് വാശി പിടിച്ചു. പക്ഷെ പതിയെ ഇങ്ങനെ ആരോഗ്യം ക്ഷയിച്ച് ശയ്യാവലംബിയാകുമ്പോൾ പഴയകാല കാമുകിനെ ഓർത്തു വരും. അവരൊന്ന് കാണാൻ പറ്റുമോ എന്ന് പത്രക്കാരോട് ചോദിക്കും. നൊസ്റ്റാൾജി അടിക്കും. ആ ഊക്കും മുമ്പൊക്കെ തീരും, മസിലിന്റെ കട്ട പോകും, മനസ്സിനും ശരീരത്തിനും തളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് താങ്ങാൻ ഒരാൾ വേണമെന്ന ബോധം ഉണ്ടാവുക. യൂറോപ്പിൽ മാനസികമായി വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലാ കൊല്ലവും തുടർച്ചയായി ഒരു ചടങ്ങ് പോലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ മദ്യം സേവിക്കേണ്ടി വരുന്നത്. ഡോളർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുപ്പിന്ന് കിട്ടും. അതിനു വേണ്ടിയുള്ള ചില പ്രത്യേകമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും അവിടെ ഉണ്ട്. കാരണം കുടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ച് അങ്ങിങ്ങൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്തു വരുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കരനെ പോലുള്ളവരൊക്കെ ഇവിടെയും ഈ വേശ്യാലയൊക്കെ സ്ഥാപിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് യുക്തിവാദികളുടെ ഒരു വലിയ നേതാവായിട്ട് വിരാജിക്കുന്ന ഒരു ചങ്ങാതി ഇടക്കിടക്ക് പറയുന്നത്. അയാൾക്കത് മാത്രമൊന്നുമല്ല അഭിപ്രായം, കഞ്ചാവ് ഹലാലാക്കണം എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ സ്ഥാപിച്ചെടുത്ത കുടുംബരഹിതമായ സൊസൈറ്റിയിൽ
മനുഷ്യന് പിടിച്ചിക്കണമെങ്കിൽ കഞ്ചാവ് അടിക്കേണ്ടി വരുന്ന അതിൻ്റെ അർത്ഥം. അത് ആരോഗ്യപരമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ വല്ലാതെ ഉപയോഗിക്കരുത്, കുറേശ്ശൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കിറുക്ക് വന്നിട്ട് അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു പാവയായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നാണ്. ഇതാരാ നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ച് അവർ വിശദീകരിക്കണം. മൈത്രേയ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം അല്ലെ കുറെ കാലമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, യുക്തിവാദത്തിന്റെ രംഗത്ത്, മതനിഷേധത്തിന്റെ രംഗത്ത്. ആരോഗ്യപരമായി കഞ്ചാവ് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം എന്നാൾ പറയണത്. എങ്ങനെ ആരോഗ്യപരം? ഒരു സാധ്യത കുറച്ചൊക്കെ ഉപയോഗിക്കാന്നായിരിക്കും. കുറച്ചുപയോഗിച്ച് കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഉപയോഗിക്കുക എന്നുള്ളത് ആരാ നിയന്ത്രിക്കുക? ഒരു ചങ്ങാതി കുറച്ച് ഉപയോഗിച്ചു, അവനിങ്ങനെ സംഭവമൊക്കെ ഇങ്ങനെ അടിച്ച് കയറൽ തുടങ്ങി. പിന്നെ അവൻ്റെ ഈ ആവശ്യങ്ങളെ അല്ലെങ്കിൽ എത്ര ഉപയോഗിക്കണം എന്നുള്ളത് പിന്നെ ആരാ കൺട്രോൾ ചെയ്യുക? വേശ്യാലയങ്ങൾ വേണം, അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വേണ്ടി വരും. കുടുംബമെന്ന് പറയുന്ന മനുഷ്യന് ശാന്തിയും സമാധാനവും ആശ്വാസവും സ്നേഹവും നൽകാനുള്ള ഇടം നമ്മൾ തകർത്ത് മാറ്റി വെക്കുമ്പോൾ ഇത് വേണ്ടി വരും. ആശ്വാസം വേണ്ട മനുഷ്യന്. അപ്പൊ മനുഷ്യൻ ബോധതലത്തിൽ നിന്ന് മാറിയിട്ട് കഞ്ചാവിന്റെ അബോധതലത്തിൽ അങ്ങനെ ജീവിച്ചു പോകണം. അതുകൊണ്ട് ഇത് ഹലാലാക്കണം, ഇത് നിയമപ്രകാരം അനുവദിക്കണം എന്ന് പറയുന്നതായി മൈത്രേയന്റെ ഒക്കെ ആദർശം. അദ്ദേഹം തന്നെയാണ് സ്വന്തം മകൾക്ക് 18 തികഞ്ഞപ്പോൾ ഇനി നീ വേണ്ടത് പ്രകാരം ജീവിച്ചോ എന്ന് പറഞ്ഞ് കത്തെഴുതിയത്. ഈ അച്ഛൻ പിന്തുണക്കുന്നും പറഞ്ഞിട്ട്. ഇவ்விധം ഒരു സാമൂഹിക ക്രമത്തെ സ്വപ്നം കാണുന്നവർക്ക് പിന്നെ കുടുംബ ആവശ്യമല്ലേ? അവർക്ക് മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനൊരു പ്രശ്നവും കാണാനില്ല. ആത്മഹത്യകളെ അവർക്ക് അത്ര വലിയൊരു വിഷയമായിട്ട് വിലയിരുത്താനും കഴിയില്ല. മനുഷ്യന് വേണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് അവർ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം മരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ്. എന്ന് വെച്ചാൽ രോഗികളൊക്കെയാണ് എങ്കിൽ അവരെ ദയാവധം നടത്തണം, അതൊക്കെ അനുവദിക്കണം എന്നാണ്. ഇതിൻ്റെ അപ്പുറം കുറച്ചുകൂടെ കാട് കയറിയിട്ട് മതനിഷേധം പുലർത്തിയ ആളുകളൊക്കെ ഉണ്ട്. പീറ്റർ സിംഗറിനെ പോലെയുള്ളവർ. അയാളുടെ അത് പ്രാക്ടിക്കൽ എത്തിസം എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റുകളിൽ ഒന്ന് വികലാംഗരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്നുള്ളതാണ്. വികലാംഗരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. അപ്പൊ ഇവരൊക്കെ മനസ്സിലാക്കുന്ന, പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറ്റവാളികൾ. തൻ്റെ സ്വന്തം സുഹൃത്താകുന്ന, തന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയെ 5ഉം 6ഉം ആളുകൾ ചേർന്ന് ക്രൂരമായി തല്ലി പരുവപ്പെടുത്തുന്നത്, ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം ഓരോ ആഘോഷം കഴിയുമ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു എന്നല്ല മദ്യത്തിൻ്റെ കണക്ക് വരൽ, റിക്കാർഡ് ഭേദിച്ചു എന്നാണ്. എങ്ങോട്ടായി വർധനവ്? ഈ ഗ്രാഫ് എത്ര കുത്തനെ മുന്നോട്ട് പോണേ? നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 333 കോടി രൂപയ്ക്കാണ് ഈ ക്രിസ്തുമസിന് കഴിഞ്ഞ മാസം 25-ാം തീയതി കേരളക്കാരൻ കള്ളുടിച്ചത്. തൊട്ട് തലേന്നാൾ 282 കോടിക്കും. രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഏകദേശം 600 കോടി രൂപയായി. 2 ദിവസത്തിന് കേരളക്കാരൻ കുടിച്ചു തീർത്ത കള്ളിന്റെ കണക്കാണിത്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഇത് ഔദ്യോഗികമായി ഗവൺമെന്റ് അവരുടെ ബിവറേജസ് കോർപ്പറേഷനിലൂടെ വിതരണം ചെയ്യുന്ന കള്ളേ ആയിട്ടുള്ളൂ. നേരെ മറിച്ച് നാടൻ വാറ്റുകളും ചെത്തിയിറക്കുന്നതും ഒന്നും ഇതിൽ പെട്ടിട്ടില്ല. ആഘോഷങ്ങളിൽ വ്യാപകമായി ഉപയോഗപ്പെടുന്ന ഒരു ദുശ്ശീലം വന്ന മയക്കുമരുന്നുകൾ ഇതിൽ പെട്ടിട്ടേയില്ല. അപ്പൊ ഇവരൊക്കെ സ്വപ്നം കാണുന്ന ഉട്ടോപ്പിയൻ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഇതുകൊണ്ടാണ് പരിശുദ്ധ മതം കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്ന് പറയുന്നതിനൊക്കെ പകരം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അങ്ങനെ ഒരു പ്രയോഗം. കുടുംബ ഭൂകമ്പമാണ് കുടുംബം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ മനുഷ്യരാശിയെ സ്നേഹിക്കുന്നവർ രംഗത്തിറങ്ങണമെന്നും എന്താണ് കുടുംബം എന്നതിനെക്കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ച് നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ച് മാതൃകകളായി ജീവിക്കണമെന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ശ്രേഷ്ഠർ ആര് എന്ന് പറയുമ്പോൾ ഖൈറുക്കുല്ലി അഹ്ലിഹി, കുടുംബത്തിന് ഏറ്റവും ശ്രേഷ്ഠരാരാണോ അവരാണ് നിങ്ങളിൽ ശ്രേഷ്ഠർ എന്നാണ് പറയുന്നത്. നിങ്ങളിൽ ഏറ്റവും മികച്ച ആളാണ് ആരാണ്?
അത് കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവനാകുന്നു. അവ സ്നേഹം, ആശ്വാസം, ക്ഷമ, സഹനം, അധ്വാനം ഇതെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പൂർണ്ണ മനുഷ്യൻ കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെടും. കുടുംബം എന്ന ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ അധ്വാനിക്കുന്നതിന് പോലും താല്പര്യം വരാതെ ശരിക്കും നിഷ്ക്രിയരായ ഒരു സമൂഹം രൂപപ്പെടും. സ്നേഹത്തിന് വിലയില്ലാതെയാവും, സ്നേഹത്തിന് കൃത്രിമത്വം വരും. പറഞ്ഞല്ലോ, പല ആളുകളും വേശ്യാലയം തുടങ്ങണമെന്ന്. ആ വേശ്യാലയത്തിൽ പോകുമ്പോൾ അവരുടെ താൽക്കാലികമായ ലൈംഗികമായ വികാരങ്ങളുടെ ശമനം സംഭവിക്കുന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷെ തനി കൃത്രിമല്ലേ. അവിടെ അതിനു വേണ്ടിയിരിക്കുന്ന ആ വ്യക്തിക്ക് അവരുടെ ജോലി എന്ന രീതിയിൽ ഇതിനെ കാണാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതെന്റെ ജീവനാഥനാണ് എന്ന രീതിയിൽ, ഇതെന്റെ കുഞ്ഞുങ്ങളുടെ പിതാവാണെന്ന രീതിയിൽ ഒരു മനുഷ്യനോട് സമീപനം നടത്താൻ അവർക്ക് എങ്ങനെ സാധിക്കാനാണ്? അതുകൊണ്ടാണ് ചില മുൻകാല സെക്സ് വർക്കേഴ്സൊക്കെ അവരുടെ ജീവിത കഥകൾ പുസ്തകമാക്കി ഇറക്കുന്നത്. അവരതിൽ പറയുന്നത് ഇവിധം കുടുംബത്തിൽ നിന്ന് ആശ്വാസം കിട്ടാത്ത ആളുകളുടെ പൊറുതികേടുകളാണ്. കുടുംബത്തിൽ നിന്ന് ആശ്വാസം കിട്ടാത്തവരുടെ പൊറുതികേടുകൾ. അതുകൊണ്ടാണല്ലോ വജഅല ബൈനക്കും മഹവദ്ദത്തൻ വറഹ്മത്തൻ, ദമ്പതികൾക്കിടയിൽ അള്ളാഹു സ്നേഹവും കാരുണ്യവും നിക്ഷേപിച്ചു എന്ന് അള്ളാഹു പറയണത്. എന്നുവെച്ചാൽ അവിധത്തിലേക്ക് ദമ്പതികൾ മാറണം. അതിനുവേണ്ട എല്ലാവിധ പരിശീലനവും എല്ലാവിധ തിയറികളും പരിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് കുടുംബം തകർന്നു? കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വിശദീകരിക്കാതെ ഞാൻ സൂചിപ്പിച്ചു പോകാം. ഒന്ന്, ആശയവിനിമയത്തിലെ കുറവ്. കുറെ ആളുകൾക്ക് ജോലി തിരക്കാണ്, കുടുംബത്തോടൊന്ന് ബന്ധപ്പെടാനോ സംസാരിക്കാനോ മോനോട് വർത്താനം പറയാനോ ഒന്നും ഒഴിവില്ല. ഭാര്യനോട് പോലും വേണ്ട വിധം സംസാരിക്കാൻ ഒഴിവില്ല. ബിസിനസിൻ്റെ ഒക്കെ ചില ആളുകളുണ്ട്, സമ്പാദിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഇനി എങ്ങനെയാണ് വേറൊരു ടൗണിൽ പുതിയൊരു കച്ചവട ശാല കെട്ടിയുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ജോലിക്കാർ, മാനേജർ, പണം, സ്ഥലം, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ചിന്തിക്കണം. ഇതിലിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ഭാര്യ. ആശയവിനിമയത്തിന്റെ കുറവ് കുടുംബത്തെ സമൂലം ബാധിക്കുന്നു. മക്കളോടൊപ്പം ഇരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തിനെ പണം സൂരിക്കൊണ്ടിരിക്കണത്? നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ. ഈ ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ പ്രതീക്ഷയുമില്ലാതെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ കാത്തിരിക്കുന്ന ഭാര്യയുടെ മുമ്പിലേക്ക് മണിയറയിൽ കയറുന്നത് പോലും, ബെഡ്റൂമിൽ കയറുന്നത് പോലും 2ഉം 3ഉം ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു ഫോൺ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക, മറ്റേത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയ ബിസിനസിന്റെ കാര്യം പാർട്ട്ണർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ച അഡ്വക്കറ്റാണ് ഇപ്പുറത്തെ കോളിലുള്ളത്. അപ്പോഴേക്ക് വേറെ ആൾ വിളിക്കുന്നു മറ്റേ ഫോണിൽ, ഇന്നത്തെ ആ വിഷയത്തിൽ എത്ര വില എന്ന് ചോദിച്ചിട്ട്. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് വില കണ്ടുപിടിക്കണം. ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് തന്നെ കാത്ത് ഇത്തിരി നേരം സംസാരിക്കാനും ഇത്തിരി നേരം ഒന്ന് മനസ്സറിഞ്ഞ് ജീവിക്കാനൊക്കെ ഇരിക്കുന്ന ഭാര്യയെ സാക്ഷി നിർത്തിയിട്ടാണ്. സ്വാഭാവികമായും വരൾച്ചയുണ്ടാവും, തിരക്കുകൊണ്ടാണ്. വേറെ കുറെ ആളുകൾക്ക് വേറെ പരിപാടികളാണ്. കാര്യം അവർക്ക് വേറെ ആരോടൊക്കെ ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഔദ്യോഗിക ഭാര്യയോട് സംസാരിക്കാൻ ഒരു ഒഴിവില്ലേ. അപ്പൊ ആശയവിനിമയത്തിലെ കുറവാണ് കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതി. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്ന ഒരു പ്രത്യേകം ക്വാളിറ്റി ടൈം വേണം. എന്താ ഈ ക്വാളിറ്റി ടൈമിന്റെ പ്രത്യേകത? മറ്റ് ശല്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഭാര്യയോടും മക്കളോടൊപ്പം ചെലവഴിക്കാനുള്ള 1 മണിക്കൂർ ജീവിതത്തിൽ വേണമെന്ന്. അവിടെ പിന്നെ ഫോണ് അലോസരപ്പെടുത്തരുത്. അല്ലെങ്കിലും ഈ ഫോണിനോടുള്ള അമിതമായ നമ്മുടെ ബന്ധം ഒഴിവാക്കാൻ ചില പ്രത്യേക സമയങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഫോണ് തൊടൂലാന്ന് തീരുമാനിക്കണം എന്നാണ് പുതിയൊരു മനഃശാസ്ത്ര രീതിയാണത്. ചില പ്രത്യേക സമയങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് രാവിലെ സുബഹി മുതൽ 10 മണി വരെ ഞാൻ ഫോണ് തൊടൂല. മീൻസ് കൊളക്കം വന്നെടുക്കുക എന്നല്ലാതെ ഫോണിന്റെ മറ്റു കളികളുണ്ട്, അതിലേക്ക് ഞാൻ നിൽക്കൂല, നെറ്റ് തുറക്കൂല. അപ്പൊ ക്വാളിറ്റി ടൈം ഇത് സത്യത്തിൽ നേരത്തെ പറഞ്ഞതിന്റെ ഒരു അനുബന്ധമാണ്. എന്നാലും ഇത് പ്രത്യേകമായ പോയിന്റായി മനഃശാസ്ത്രജ്ഞർ പഠിപ്പിക്കുന്നു. ആ സമയത്ത് മക്കളോടൊപ്പം ഇരിക്കണം,
ജോലി തിരക്ക് മാറണം, ഫോണും ടിവിയും മാറ്റിവെക്കണം, സംസാരിക്കണം, യാത്ര പോകാനൊക്കെ സമയം കണ്ടെത്തണം, മക്കളിൽ വരുന്ന ചേഞ്ചസ് പഠിക്കണം. ഇത് വാപ്പിയമ്മയും തമ്മിലൊരു ബന്ധമില്ലേ, മക്കളും വാപ്പിയും തമ്മിലൊരു ബന്ധമില്ല. ഇങ്ങനെ കൃത്രിമമായ ഒരു കുടുംബം അങ്ങനെ പോകുന്നു. ഓരോരുത്തരുടേതായ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ വരുന്ന മാറ്റങ്ങളോ ധാർമ്മികവും അധാർമികവുമായ സ്വാധീനങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോകും. ആദ്യകാലത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയമായ തിരുത്തുകൊണ്ട് തീരാവുന്ന കേസുകളൊക്കെ മക്കളെ സംബന്ധിച്ചിടത്തോളം മാരകമായിട്ട് ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴേ അറിയുള്ളൂ. അതില്ലാതിരിക്കാൻ കൂടിയിരിക്കണം. കുട്ടി ചേഞ്ച് ചെയ്യിക്കണമെന്ന് അറിയണ്ടേ, കണ്ണ് ചുമന്നിക്കണോ നോക്കണ്ടേ, അപ്രകാരം തന്നെ അവന് ആട്ടുണ്ടോ നോക്കണ്ടേ. നമ്മളെ നേരാവണ്ണം നോക്കണില്ല, സൂക്ഷ്മമായിട്ടാണ് നോക്കണത്. അവൻ്റെ ഉള്ളിൽ എന്തോന്ന് മങ്കുറിന് കയറിയിരിക്കണമെന്ന് മനസ്സിലാവണ്ടേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക ഓരോന്നിനും മനോഹരമായുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് അങ്ങോട്ട് കിടക്കാതിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും നല്ല കുടുംബം രൂപപ്പെടും. മൂന്നാമതായി പരസ്പര ബഹുമാനം ഉണ്ടാവണം. ഈ പരസ്പര ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യനെ എങ്ങനെ ഞാൻ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണം എന്നല്ല. അവരുടെ ജീവിതം, അവരുടെ പ്രവർത്തികൾ, അതിനൊക്കെ അർഹമായ പരിഗണന നമ്മൾ നൽകണം എന്നുള്ളതാണ്. ഇതുവരെ ഭാര്യനെ കുറിച്ചൊരു നല്ല വർത്താനം പറയാതെ ഞാൻ ഗംഭീര മനുഷ്യനാന്ന് വിചാരിച്ച പൊട്ടന്മാരുണ്ടാവും കൂട്ടത്തിൽ. പരമാവധി അങ്ങനെ ആയിരിക്കും. ഞാൻ നല്ല ഉഷാറിൽ കറി വെച്ചാണ്, ഉഷാറില്ല എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ആയിരിക്കും. എൻ്റെ അപ്പുറത്തേക്കാണ് പോവില്ല. എന്തോന്ന് മനസ്സറിഞ്ഞ് അഭിനന്ദിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് അതല്ലേ. തൻ്റെ ശിഷ്യന്മാരെ എത്രമേൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിനന്ദിച്ചു. ഓരോ കാര്യത്തിലും അവിടെ ഉഷാർ എടുത്തു പറഞ്ഞു. എന്തിന്? അത് സമൂഹത്തിന് മൊത്തം പ്രചോദനമാവണം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ നടത്തുന്ന അധ്വാനത്തിന് മാർക്കിട്ട ആസ്ട്രേലിയൻ സയന്റിസ്റ്റിനെ ആലോചിക്കുകയാണ് ഞാൻ. അയാളുടെ ശമ്പളത്തിന്റെ 3 ഇരട്ടി കൊടുക്കണം എന്നാ പിന്നെ മൂപ്പർക്ക് മനസ്സിലായത്. അവർ ചെയ്യുന്ന സേവനം മക്കളെ വളർത്തൽ, വീട് വൃത്തിയാക്കൽ, ഭക്ഷണം തയ്യാറാക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് അവർ ഒരാൾ മാത്രം ചെയ്യുന്ന വർക്കുകൾ മൊത്തം നോക്കൂ. അതെങ്ങാനും പുറത്ത് ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ, കുട്ടിനെ നോക്കാൻ വേണ്ടി ഒരു പ്ലേ സ്കൂളിൽ ചേർക്കുകയാണെങ്കിൽ, വീട്ടിലുള്ള എല്ലാ ഡ്രസ്സും വാഷ് ചെയ്ത് അയൺ ചെയ്യാൻ വേണ്ടി ലോണ്ടറിയിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ മൊത്തം വരുന്ന പൈസ കൂട്ടിയായാൾ. അപ്പോഴയാൾക്ക് മനസ്സിലായത് മൂപ്പരുടെ ശമ്പളത്തിന്റെ 3 ഇരട്ടിയെങ്കിലും വേണ്ടി വരുന്നു. ഇങ്ങനെ വീടിന്റെ വെളിച്ചമായി തിളങ്ങി നിൽക്കുന്ന ആ സ്ത്രീയെ ഒന്ന് ബഹുമാനിക്കുന്നത് നിങ്ങളുടെ ഖനം കുറക്കുന്ന ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സങ്കല്പ ലോകത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. അവരെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനെ കാണുമ്പോൾ ചെയ്യണത് പോലെ ചെയ്യുക എന്നുള്ളതൊന്നും അല്ല. അങ്ങനെ ചെയ്താൽ പോലും കുഴപ്പമൊന്നുമില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ആ ഒരു പ്രയാസവും ജിബ്രീൽ ആദ്യമായി കണ്ടതിൻ്റെ ഒരു ജാതി ഭയമൊക്കെ വന്നിട്ട് ഓടി വന്ന് മതിയാവുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുന്നൊരു വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കണതല്ലേ. അബ്ദു താലിബ് ഉണ്ടായിരുന്നു, മൂത്താപ്പ. വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹംസത്തുൽ ഖറാർ തങ്ങളാവുന്ന ധീരനായ പുലിക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര ആളുകളുണ്ട്. അതും പിതൃവനാണ്. ഹംസത്തുൽ ഖറാർ തങ്ങൾ പിതൃവനാണ്. ഇവരൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ റസൂൽ ഒരു ഓടി വരുന്നത് ആരുടെ അടുത്തേക്കാണ്? മഹദിയാം ഖദീജത്തുൽ കുബ്ര, ഇസ്ലാമിക ചരിത്രത്തിലെ അതുജ്ജലമായ വനിത. എന്നിട്ട് വന്നിട്ട് എന്താ പറയണത്? ജമ്മിലീനി എന്നാണ്. ഡേ ഒരു പുതപ്പിടുന്നാണോ? അല്ല, ജമ്മിലൂനി. ആദരസൂചകമായി പുരുഷ ബഹുവചനം ഉപയോഗിക്കുന്നു. ജമ്മിൽ ജമ്മിലാ ജമ്മിലു. കുറെ പുരുഷന്മാരോട് പറയേണ്ടത് അസമ്മിലു, നിങ്ങൾ പുതപ്പിക്കൂ. അത് ഉപയോഗിക്കാറുണ്ട് പുരുഷനല്ലാതെയും. ഒരാളെ കുറിച്ചും പറയാം. എപ്പോ? ആദരസൂചകമായിട്ട്. നിങ്ങൾ നമ്മൾ പറയണില്ലേ, നീ എന്ന് പറയണതിന് പകരം ഒരാളെ കുറിച്ച് ഉസ്താദിനെ കാണുമ്പോൾ നീ എന്നാ പറയാം, വാപ്പാനെ കാണുമ്പോൾ നീ എന്നാണോ പറയാ? ശരിക്കും പ്രയോഗിക്കേണ്ടത് ഗ്രാമർ പ്രകാരം നീ എന്നാണല്ലോ. പിന്നെ നിങ്ങളെന്ന് പറയണ ഇങ്ങനെ കുറേ ആളുടെ രീതിയിലേക്ക് വാപ്പാനങ്ങോട്ട് മാറ്റിയിട്ട് ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി ഒരു സമൂഹമായിരുന്നു ഖുർആൻ പറയുന്നുണ്ടല്ലോ. അவ்விதം വാപ്പാനെ കാണണം നമ്മൾ. ഒരു വാപ്പല്ല, കുറേ മനുഷ്യത്വം, കുറേ മനുഷ്യന്മാർ ഒന്നിച്ചു ചേർന്ന ഒരു വ്യക്തിത്വമാണ് ഇത് എന്നുള്ള രീതിയിൽ നിങ്ങളെന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിയെ വിളിക്കുന്നത് നിങ്ങൾ പുതപ്പിട്ട് തരൂ എന്നാണ്, നീ എന്നല്ല. ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം ആണ്
ഭക്ഷണം കഴിക്കലാണ് മറ്റൊരു പോയിന്റ്. കുടുംബബന്ധം ഇണങ്ങിച്ചേരാനുള്ള നല്ലൊരു പോയിന്റ് അതാണ്. ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആ സമയത്ത് ഫോൺ എടുക്കരുത്. ഭക്ഷണം കഴിച്ച് വാപ്പ അങ്ങനെ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം അങ്ങനെ കഴിക്കണ്, ഉമ്മ അപ്പുറത്ത് ചിരിച്ചോണ്ട് എന്തോ ഒരു കുഞ്ഞാപ്പ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ്. പിന്നെ ഈ ഭക്ഷണം ഒരുമിച്ച് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സമയത്ത് മൊബൈൽ മാറ്റി വെക്കുമെന്ന് വിചാരിച്ചു നോക്കും, ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണും. ഇത് എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഔദ്യോഗികമായ മനഃശാസ്ത്രജ്ഞർ പറയണതാണ്. ഒരാഴ്ച കൊണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി ഞാനത് ചെയ്യൂല എന്ന് തീരുമാനിക്കും, ഒരാഴ്ച കൊണ്ട് മാറ്റം കാണും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുത്ത് പകർന്ന് കുട്ടിക്കൊക്കെ ഒന്ന് വാരിക്കൊടുത്ത് ഇത് നിനക്ക് എടുത്തോന്നും പറഞ്ഞിട്ട് നല്ലൊരു പീസ് കിട്ടിയപ്പോൾ ഭാര്യയ്ക്ക് കൊടുത്ത്, അല്ലാതെ നിങ്ങളെന്നെ തിന്നോളൂ എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വിട്ട്, അല്ലല്ല അത് നിനക്കാ നല്ലത് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്ത് അവരെന്താവും നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ചിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കുടിച്ച ഗ്ലാസിന്റെ ആ ചുണ്ട് വെച്ച ഭാഗത്ത് ഷറഫാക്കപ്പെട്ട ചുണ്ട് വെച്ചിട്ട് എന്തൊരു റൊമാൻറ്റിക് ആ ജീവിതം. രണ്ടുപേരും ഒരു ഗ്ലാസ് മതി എന്ന് തീരുമാനിച്ചോ നോക്കിയേ. വെള്ളം കുടിക്കാൻ രണ്ടുപേർ കൂടി ഒരു ഗ്ലാസ് മതി, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചത്. നമ്മുടെ കോഴിക്കോട് കോംപ്ലക്സിൽ നോമ്പ് തുറക്ക് കൂടിയവർക്ക് അറിയാം, 4 പേർ ചേർന്ന് ഒരു പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആ സൗഹൃദവും ഇസ്ലാമിൻ്റെ ആ സാഹോദര്യവും പ്രയോഗരംഗത്ത് വരണം നിർത്തിയിട്ടാണ് നമ്മുടെ നേതാക്കൾ അവിടെ അവിധത്തിലേക്ക് നോമ്പ് തുറ മാറ്റണത്. ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവമുണ്ടോ? ഇല്ല. എല്ലാവരും മനോഹരമായി നോമ്പ് തുറക്കുന്നു. 1-2 ആളൊന്നുമല്ല, 2000-ഓളം ആളുകൾ ഡെയിലി എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കണത്. സ്നേഹം കൂടും. ഒന്നങ്ങനെ തീരുമാനിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ആയിഷ ബീവി ചുണ്ട് വെച്ചിടത്ത് ചുണ്ട് വെച്ച് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കുന്നു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക. 5-മത്തെ ഒരു സംഗതി വിട്ടുവീഴ്ചയും ക്ഷമയുമാണ്. ജീവിതത്തിൽ ഉടനീളം വിജയത്തിന് ആവശ്യമായ 2 കാര്യങ്ങളാണ് വിട്ടുവീഴ്ച. സത്യത്തിൽ കൂടുതൽ ക്ഷമിക്കാൻ കഴിയേണ്ടത് പുരുഷനല്ലേ? അവനല്ലേ കുടുംബനാഥൻ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാം ഭാര്യൻ്റെ തലയ്ക്കിടലാണോ? കുട്ടി വീണു സപ്പോസ്, ആർക്കാ പഴി? ഭാര്യയ്ക്ക്. എന്തേ കുഞ്ഞിനെ നോക്കേണ്ട ബാധ്യത ഇയാൾക്ക് തീരല്ലേ? ഭാര്യ ഇങ്ങനെ കല്യാണത്തിന് വന്നപ്പോൾ 3-4 കുട്ടികളും കൊണ്ട് വന്നതാണ്. ആലോചിച്ച് നോക്കൂ. നമ്മളെ മറഡോണൊക്കെ അങ്ങനെ കല്യാണം കഴിച്ചത്. പുതിയാപ്പിള പോകുമ്പോൾ 2 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയാണോ ഇവർ വന്നത്? ഇവരങ്ങനെയാണോ വന്നത്? അല്ലല്ലോ. അപ്പൊ നമുക്ക് തന്നെ കർത്തൃപരമായ പങ്കുള്ള കുഞ്ഞ് വീഴുമ്പോൾ പഴി കേൾക്കേണ്ടത് മുഴുവൻ ആർക്കല്ല, ഭാര്യക്കല്ല. നേരെ മറിച്ച് കുഞ്ഞ് നല്ല രീതിയിലായി, പരീക്ഷയിൽ കുട്ടിക്ക് ടോപ്പ്+ ഒക്കെ കിട്ടി, നല്ല ഉഷാറായിട്ട് വരുന്ന സമയത്ത് എന്താ ഒന്ന് അഭിനന്ദിച്ചാൽ, നിനക്കല്ല സമ്മാനം തരണം, നിന്റെ ഉമ്മക്കാണെന്നൊന്ന് അവര് കേൾക്കുക പറഞ്ഞാൽ എന്താ വരിക? കാരണം രാവിലെ കുലിക്ക് വിളിച്ച് ചായ നിർമ്മിച്ചു കൊടുത്ത് ഇരുത്തി പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വരെ ആ സിറ്റൗട്ടൊന്നും ഇങ്ങനെ കുട്ടി ഇറങ്ങുമ്പോൾ വരെ പിന്നെ ആ ഒരു ഉത്തരദാട്ടോ ഒന്നും പറഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു വിട്ടവർ അതിനകത്തുണ്ട്. അപ്പൊ അവരുടെ നന്മകളെ അംഗീകരിക്കുക, പറ്റുമെങ്കിൽ അഭിനന്ദിക്കുക, തീരെ നിരാശപ്പെടുത്തുന്ന വർത്താനം നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക. ക്ഷമ ജീവിതത്തിലുടനീളം വേണ്ടേ? ഒരു ബിസിനസ് കെട്ടിപ്പടിക്കുന്ന ഒരാൾ എന്തെങ്കിലും എടുത്തുചാട്ടത്തിന്റെ ആളാണെന്നുണ്ടെങ്കിൽ എത്ര അവിടേക്ക് എത്താൻ പറ്റും? അദ്ദേഹത്തിന് സഹപ്രവർത്തകരാവുന്ന കുറെ ആളുകളുണ്ട്. അത് കേവലം അടിമകളൊന്നുമല്ല, ഉടമയല്ല ഞാൻ. ആ ഒരു സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്ന് കസാരയിൽ ഇരിക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് പോലും തൻ്റെ ഈ സ്ഥാപനത്തോട് നല്ല ആത്മാർത്ഥത ഉണ്ടാവും. നേരെ മറിച്ച് കുറച്ചേ സംസാരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ജോലി ചെയ്യൽ മാത്രമായിട്ട് അവരുടെയും ചിന്ത മാറും. അപ്പോൾ ഒരു പുരോഗതി ഉണ്ടാവില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ വിട്ടുവീഴ്ച ചെയ്തു. ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് നല്ല കാരക്ക കിട്ടിയപ്പോൾ അത് ആയിഷ ബീവിക്ക് നൽകാമെന്ന് കരുതി പാത്രത്തിൽ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അത് തട്ടി വീണുവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് പറ്റിയില്ല, അവരത് തള്ളിയിട്ടു എന്ന് വേണേൽ പറയാം. നമ്മളെന്താ ചെയ്യേണ്ടത്? എവിടുന്നോ കിട്ടി, പള്ളിക്കൊന്നിട്ട് ഒരു ചീറിന് ഇങ്ങനെ നല്ല ഉഷാറിൽ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഇതാപ്പോന്ന് വെച്ചാണ്ട് അവളെടുത്താണ്ട് അത് വേസ്റ്റ് ബക്കറ്റ് കിട്ടാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്?
അതിലേക്ക് ഇട്ടനീന്നും പറഞ്ഞിട്ട് ഒരു പൊട്ടണ പൊട്ടിയ സ്കൂളിൽ നിന്ന് പഠിച്ച സർവ്വസംഗതിയും പെണ്ണിന് നേരിട്ട് കാണാനാവും. യുറാനസ്, നെപ്റ്റ്യൂണ്, പ്ലൂട്ടോ സംഭവങ്ങളൊക്കെ. ടീച്ചർ പഠിച്ചപ്പോൾ പരീക്ഷ എഴുതി പോയതാ, ഭൂമി തിരിഞ്ഞു നിന്നു. ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല, ഇതപ്പം മനസ്സിലാവും ഭൂമി കറങ്ങുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തു മഹദിയമ്മ ആയിഷ ബീവിക്ക്. ഇല്ല, നിരത്തിയിരുന്നു. ആ പാത്രത്തിന്റെ വലിയ കഷ്ണം എടുത്തിട്ട് ഓരോന്നതിലേക്ക് പെറുക്കി വെക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ആയിഷ ബീവി ഓടി വന്നു, മുത്ത് റസൂലിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവര് തന്നെ ഇതൊക്കെ പെറുക്കി. അതോടുകൂടെ കുറച്ചുകൂടെ സ്നേഹം, ബന്ധം, ലോക്യം വർദ്ധിക്കും. അപ്പൊ ക്ഷമ, വിട്ടുവീഴ്ച എന്നുള്ളത് ദാമ്പത്യത്തിൽ മാത്രമൊന്നുമല്ല. ഒരു അധ്യാപകൻ ക്ഷമിക്കുന്ന ആളൊന്നുമല്ല, കുറച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഏത് കുട്ടിയാണ് അദ്ദേഹത്തോട് ആത്മാർത്ഥമായി പഠനരംഗത്ത് സഹകരിക്കുക? ഏത് കുട്ടിയാണ്? നമ്മൾ കേൾക്കാറുണ്ട് ചില അധ്യാപകന്മാരുടെ ഒക്കെ ഒരു കഥ. ചില കുട്ടികളെ ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും, രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാ കുട്ടികളും കൂടെ ആൺകുട്ടികൾ മൊത്തം എന്നോട് വട്ടളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് വിചാരിച്ചാൽ നടക്കും. ഇവിടുത്തെ 2-3-4 സാറന്മാര് 2 ഗ്രൂപ്പാക്കിയിരിക്കുന്നു. എന്നിട്ട് ഇടക്കിടക്ക് പറയും, ഒന്നും പഠിക്കാത്ത മണ്ടന്മാരുടെ ഗ്രൂപ്പ്. ആ കുട്ടികളെ എത്രമേൽ ആ ഒരു അവഗണന സ്വാധീനിച്ചു എന്നാലോചിച്ച് നോക്കൂ. അവർ ഇതിന്റെ മുന്നേ എന്നെ കണ്ടിട്ടില്ലേ? എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിക്കാണണം, എന്നോട് പറഞ്ഞിട്ട് അതൊന്ന് പരിഹരിക്കണം എന്നുള്ളത്. എപ്പോഴും ഒരു കുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറിൻ്റെ കഥയുണ്ട്. ആ കുട്ടിയോട് പരിഹസിക്കാൻ തന്നെ സാറ് ചോദിച്ചു, നമുക്ക് എത്ര കിഡ്നി ഉണ്ട്? ആ കുട്ടി 4 എന്ന് പറഞ്ഞു. കൂട്ടച്ചിരി സാറ് നടത്തി, എല്ലാ കുട്ടികളും കൂടി ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് ആ സാറ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ കുറച്ച് പുല്ലും വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, നമ്മുടെ ക്ലാസ്സിൽ ഒരു കഴുതുണ്ട്. അപ്പോ ഒരു കുട്ടി എഴുന്നേറ്റ് പുല്ലും വെള്ളത്തിന് പോണ സമയത്ത് ഈ മാനം കെട്ട് നിൽക്കുന്ന കുട്ടി പറയാണ്, കുറച്ച് കൂടുതൽ എടുത്തോളൂ, കഴുതൊക്കെ ഇത്തിരി വലിപ്പുണ്ട്. അപ്പൊ അത് സാറിനെ പറ്റിയെന്ന് മനസ്സിലായപ്പോ ഒന്നിച്ച് ചിരിച്ചു എല്ലാവരും കൂടെ. ഇയാള് ശോഭിച്ചു. വടിയൊക്കെ എടുത്തിട്ട് അയാള് എന്താണാ നീ പറഞ്ഞു ചെന്നപ്പോ, സാറേ ഒറിജിനൽ കഴുത നിങ്ങൾ തന്നെയാണല്ലോ, കാര്യം നമുക്കെത്ര കിഡ്നിയുണ്ട് വെച്ചോണ്ടാ ഞാൻ 4 എന്ന് പറഞ്ഞത്, നിനക്കെത്ര കിഡ്നി പറഞ്ഞാൽ 2 എന്ന് പറയായിരുന്നു ഞാൻ. നമ്മൾ പറഞ്ഞപ്പോൾ 2 ആളായില്ല, അപ്പൊ 4 കിഡ്നിയില്ല. അതാ ഞാനങ്ങനെ പറയാൻ കാര്യം. അപ്പൊ ഈ ക്ലാസ്സിലെ മിടുക്കനായ കഴുത താങ്കളാണല്ലോ എന്ന് കുട്ടി പറഞ്ഞു എന്നും, അതോടുകൂടെ സാറിൻ്റെ ആ ഒരു മോഹം, കുട്ടികളെ അവഗണിച്ച് മോശം കെടുത്തുന്നത്, ആ ഒരു പരിപാടി തീർന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. പല മനഃശാസ്ത്ര പുസ്തകത്തിൽ മോട്ടിവേഷൻ കഥയുടെ ഭാഗമായിട്ട് ആരെങ്കിലും നിർമ്മിച്ചതായിരിക്കും, പക്ഷെ നല്ലൊരു പാഠമുണ്ട് അതിൽ. അപ്പം നമ്മുടേതായ കുറവൊന്നും മനസ്സിലാക്കാതെ നമുക്കെത്ര കിഡ്നിയുണ്ട് ചോദിക്കുക. കുട്ടി 4 എന്ന് പറയുമ്പോൾ ആകമാനം കെടുത്തുക. നിനക്കെത്ര കിഡ്നിയുണ്ട് ചോദിച്ചാൽ പോരെ, എന്നാ 2 എന്ന് പറയൂലേ? ഇത് നമ്മുടെ കുറവൊന്നും അംഗീകരിക്കാതെ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി. അത് ബിസിനസ്സിൽ ജയിക്കൂല, അധ്യാപനത്തിൽ ജയിക്കൂല, കച്ചവടത്തിൽ ജയിക്കൂല, കുടുംബബന്ധത്തിൽ തീരെ അത് പറ്റൂല. അതുകൊണ്ട് വിട്ടുവീഴ്ചയും ക്ഷമയും വളരെ ആവശ്യം. ഉത്തരവാദിത്തങ്ങൾ പങ്കിടുക. അപ്പോൾ എല്ലാം ഞാനൊന്ന് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ടാവില്ല. ചില ഹെഡ്മാസ്റ്റർമാരൊക്കെ ആ സ്കൂളിൽ എല്ലാവരും പാര പണിതുകൊണ്ടിരിക്കുകയായിരിക്കും. അധ്യാപകന്മാരെന്നുള്ള അടുത്തുനിന്ന് മാറിയിട്ട് അധ്യാപകന്മാരാവും ഓരോരുത്തരും. എന്താ കാര്യം? അവരെ വേണ്ട വിധം ഒന്നിച്ചു കൊണ്ടെടുക്കാൻ ത്രാണിയില്ലാത്ത, കേവലം സീനിയോറിറ്റി കൊണ്ട് മാത്രം ഹെഡ്മാഷായ ഒരാളാണ് അവിടുത്തെ മെയിൻ ആള്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ചില കുടുംബത്തിലുണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ചില വാപ്പന്മാർ. ചില കുടുംബത്തിലെ വാപ്പന്മാരുടെ വിഷയം എന്താണ്? മക്കള് പറയുന്നതിനെ തീരെ മാനിക്കൂല. മാനിച്ചാൽ ഞാൻ അവരെക്കാൾ താഴ്ന്നു പോകുന്ന അവർക്ക് വിചാരം വരും. മക്കള് പറയുന്നതിനെ തീരെ മാനിക്കൂല. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ രണാങ്കളത്തിന്റെ ഏറ്റവും സങ്കീർണമായ സന്ദർഭത്തിൽ അതിങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ്. സഹാബാക്കിറാമിനോട് കൂടി ആലോചിച്ചില്ലേ, നമുക്ക് ഇവിടെ ടെന്റ് കെട്ടാം, നമുക്ക് നമ്മുടെ വെള്ളം സംവിധാനങ്ങളൊക്കെ ഇവിടെ സ്ഥാപിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു സഹാബി വര്യൻ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ വഹയി പ്രകാരമാണോ അതോ അങ്ങ് സ്വയം അങ്ങനെ തീരുമാനിച്ചതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നി, ഇവിടെ നല്ലതെന്ന്. അദ്ദേഹം പറഞ്ഞു, എത്രയോ കൊല്ലം യുദ്ധം ചെയ്ത് പ്രാവീണ്യമുണ്ട് എനിക്ക്.
ഇവിടെ നമ്മൾ സ്ഥാപിച്ച് യാദൃച്ഛികമായി മഴ പെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻറ്റും നമ്മുടെ സംവിധാനങ്ങളും മൊത്തം അഴുക്ക് നിറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാകും. പിന്നെ നമ്മുടെ വെള്ളം നശിക്കും. നേരെ മറിച്ച് ബദറിന്റെ ആ ഒരിടത്ത് നമ്മൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ തിരുത്താൻ വരുന്നു എന്നും പറഞ്ഞിട്ട് ഒഴിവാക്കിയോ അദ്ദേഹത്തെ? എല്ലാം പറിച്ചുകൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞെടുത്ത് സ്ഥാപിച്ചു. കാരണം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ പ്രാവീണ്യം എന്ന് മുത്തറസൂലിന് മനസ്സിലായി. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ മഴ പെയ്തു. ശത്രുപക്ഷം വന്ന് റസൂൽ ആദ്യം സ്ഥാപിച്ചെടുത്താണ് അവരുടെ ടെന്റ് കെട്ടിയത്, അവരുടെ വെള്ള ടാങ്ക് ഫിറ്റ് ചെയ്തത്. പക്ഷെ മഴ പെയ്തു, എല്ലാ മാലിന്യവും അവിടെ ഒഴുകിച്ചെന്ന് കൂടി കലർന്നു നിന്നു. അവരുടെ ടെന്റുകൾ കേടുന്നു, അവരുടെ വെള്ളം മൊത്തം ഉപയോഗശൂന്യമായി. ബദറിന്റെ ദ്വന്ദ്വയുദ്ധം തുടങ്ങുന്നത് ഈ കാരണത്താലാണ്, നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടാങ്കിൽ നന്നായിട്ട് വെള്ളം, ഇവരുടേത് മൊത്തം മലിനമായി. അപ്പൊ ഇനി റസൂലിനെ ആക്രമിച്ച ആ വെള്ളം പിടിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് ശത്രുക്കൾ വിചാരിച്ചു. അങ്ങനെയാണ് അൻസാർ റളിയല്ലാഹു അൻഹു ചാടുന്ന പാട്ടൊക്കെ, മുത്തു റസൂലിന്റെ ഹൗദിൽ നിന്ന് വെള്ളം എടുക്കുന്നവൻ ആരടാന്നുള്ള പാട്ടൊക്കെ വരുന്നത് ആ പശ്ചാത്തലത്തിലാണ്. നോക്കുങ്ങള്, അദ്ദേഹത്തിന്റെ തിരുത്ത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ തീരുമാനിച്ചു. നമ്മുടെ മോനൊരു കാര്യം പറഞ്ഞാൽ എന്തേ ഓനെ ഒന്നിനും കൊള്ളാത്തവൻ എന്നോട് തീരുമാനിക്കണോ? അതിലൊന്ന് ആലോചിക്കെങ്കിലും ചെയ്തൂടെ? ചില കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടുകാരുള്ള യാത്രയിൽ ഒരാള് ആടിനെ മുറിക്കും, വേറൊന്ന് രണ്ടാൾ ചേർന്നിട്ട് പൊളിച്ചിട്ട് അതിന്റെ മാംസം ശരിയാക്കും, മറ്റാളുകൾ അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കും, വേറെ കുറെ ആളുകൾ വെള്ളം ശേഖരിക്കും, ഹബീബായ നബി തങ്ങൾ വിറക് പുറക്കാൻ പോകും. സഹാബിവര്യന്മാർ അവരുടെ സ്നേഹത്തിന്റെയും മര്യാദയുടെയും ഭാഗമായി അങ്ങൊരു സ്ഥലത്ത് വിശ്രമിച്ചാലും ഞങ്ങളത് ചെയ്തോളാം എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സ്നേഹപൂർവ്വം തിരുത്തും. എന്നിട്ട് അവിടുന്ന് വിറക് ശേഖരിക്കുന്ന വിശുദ്ധമായ ദൗത്യം ഏറ്റെടുക്കും. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കുമായിട്ട് ഓരിച്ചു കൊടുക്കുക. ചെറിയ മോനോട് പറയാ, താത്താന്റെ കല്യാണത്തിന് ആളുകൾക്ക് വെള്ളം കൊടുക്കേണ്ടത് വെൽക്കം ഡ്രിങ്ക്സിന്റെ മൊത്തം ചുമതല നിനക്കാണ്. വലിയ ആളെ വിളിച്ചിട്ട് പറയാം, പന്തലിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നീ ശരിയാക്കണം. എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് വാപ്പങ്ങനെ നല്ല മര്യാദക്കാരനും മാന്യനുമായിട്ട് അവിടെ ഉണ്ടാവണം. അങ്ങനെ വരുന്ന സമയത്ത് നല്ല സന്തോഷമുള്ള കുടുംബം രൂപപ്പെടും. ഭാര്യനെ വിളിച്ചിട്ട് പറയണം, പിന്നെ എനിക്ക് പുറത്ത് ശ്രദ്ധിക്കാനാവില്ല, അറിയാലോ ഈ കുടുംബത്തിന്റെ രാജ്ഞി നീയാ. ആരൊക്കെ സ്ത്രീകൾ വരുന്നോ, നമ്മുടെ ബന്ധത്തിൽ നിന്ന് ഏതൊക്കെ ഉമ്മമാര് വരുന്നോ എല്ലാവരെയും വേണ്ട വിധം ഡീൽ ചെയ്യണം എന്ന് പറയാം. അവർക്ക് തന്നെ തോന്നും എന്നെ അംഗീകരിച്ചല്ലോ എന്ന്. ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന അവസാനം മൊത്തം കൊളാക്കുന്ന, പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ഒരു ബന്ധമില്ലാത്ത, അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം കഴിഞ്ഞു മക്കളുമായിട്ടുള്ള ബന്ധം, അങ്ങനത്തെ ചില പിതാക്കന്മാരുണ്ട്. അവരെ ഏത് കാലത്ത് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ടൊന്നും ഇങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇങ്ങനെയാണോ? അല്ല, അത് അവരുടെ വ്യക്തിപരമായ വിഷയമാണ്, കാലത്തിന്റെ പ്രശ്നമൊന്നുമല്ല. കുടുംബം തകർന്നു പോകും. പരസ്പരം പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ നല്ല താലോലിച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ല സ്ഫടികത്തിന്റെ ഒരു പാത്രം വീണ് പൊട്ടി. അതോടുകൂടെ ഓൻ്റെ ഹമുക്കെന്ന് പറഞ്ഞ് കുറച്ച് വർത്താനം പറയാന. ഈ സ്ഫടികം എന്ന് പറഞ്ഞ സാധനം വീണാ പൊട്ടുന്നതാണല്ലോ. വീഴാന്ന് പറഞ്ഞ സംഭവം പലപ്പോഴും ഉണ്ടാവുന്നതുമാണ്. കൈ തട്ടി വീഴാം, ചിലപ്പോൾ വഴുതി വീഴാം, പല സാധനം ഉണ്ടാവും. ചിലപ്പോൾ ഇവര് സ്ലിപ്പായതായിരിക്കും. അങ്ങനെ നല്ല മാർബിളിട്ട അടുക്കളയിൽ വെള്ളം ഒഴുകിയെടുത്ത് തട്ടി ഭാര്യ സ്ലിപ്പായി ടേന്ന് പറഞ്ഞ് തലടിച്ച് വീണ് അവരുടെ കയ്യിലുള്ള സ്ഫടികത്തിന്റെ പാത്രം പൊട്ടണം. ഇയാൾ വന്നിട്ടോ എൻ്റെ കുതിരജത് പറ്റിച്ചല്ലോ, ആ ഒരു സാധനം പൊട്ടിച്ചില്ലെന്ന് ചോദിക്കേണ്ടത്. ഇവളുടെ തല അടിച്ചിന്റെ അമ്പരപ്പിൽ നിൽക്കുമ്പോഴേ നിനക്കെന്തേ പറ്റി എന്നുള്ളിടത്തല്ല മൂപ്പരുടെ പ്രശ്നം, പിന്നെ ഇത് പൊട്ടിയെടുത്താണ്. പിന്നെ ആ സ്ത്രീയുടെ മനസ്സിൽ ഇയാളോട് എന്ത് വിധം വികാരമാണ് ഉണ്ടാവുക. അപ്പൊ പിന്തുണ കൊടുക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതാണ് 8ാമത്തെ പോയിന്റ്, വിശ്വാസപൂർവം. കണക്കിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഓരോന്നിനും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ശമ്പളം കിട്ടിയപ്പോ നിന്റെ കയ്യിൽ 5000 ഏൽപ്പിച്ചിരുന്നില്ലേ? ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് അതൊക്കെ ഇപ്പൊ എവിടെ? അപ്പൊ അവര് പറഞ്ഞു നമ്മൾ അത് വാങ്ങിയില്ല, ഇത് വാങ്ങിയില്ല, ഇത് അവൻ മൊത്തപ്പോ ഒരു 3700 റുപ്യായി, ബാക്കി 1300. അപ്പൊ അവര് പിന്നെ അങ്ങനെ ആലോചിച്ചു, വെള്ളത്തിന്റെ ബില്ലടച്ചല്ല, അപ്പൊ അതിനെത്രയായത് 300, അപ്പൊ 1000. എന്ത് കഥയാണിത്? ഇതെന്ത് കഥയാണ്? അവസാനം 10 റുപ്യ ഉണ്ട്. അതോ ദേഷ്യം വന്നിട്ട് വളർന്നു, അതുകൊണ്ട് ആ 4 പവൻ സ്വർണം വാങ്ങിയിട്ടു. അല്ല എന്താ
ആ 10 റുപ്യ കൊണ്ടേ ഞാൻ 4 പവൻ സ്വർണം മേടിച്ചിട്ട് പിന്നെ 2-3 പർദ്ദയും വാങ്ങി. പിന്നെ നമ്മളെ മോൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓളെ കുട്ടീൻ്റെ ഒരു നല്ല പുതിയ മോളിൽ തൊട്ടി കണ്ടപ്പോൾ വാങ്ങി. അങ്ങനെ 9.50 കഴിഞ്ഞു. ഇനി 50 പൈസയും കൂടി ഉണ്ട് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിക്കണം ഓരോ സംഗതിയും. നല്ല സ്നേഹം ഉണ്ടാവും. അവർ നമ്മളോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂല. ഇങ്ങനെയാണ് ബന്ധം എന്നുണ്ടെങ്കിൽ. അല്ല, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി ഇങ്ങനെ കണക്കെടുത്തിട്ട് നല്ല വല്ല ഈ നമ്മൾ KSRTC ഉണ്ടല്ലോ പരിശോധിക്കാൻ ആൾ വരുന്നത്, അങ്ങനെ ഓരോന്ന് തോണ്ടി പോണ ആളാണെങ്കിലോ അവർ പറ്റിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുക, നല്ല മൂല്യങ്ങൾ വളർത്തുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ. പിന്നെ പ്രാർത്ഥനയും ആത്മീയതയും വളരെ പ്രധാനം. തഹജ്ജുദൊക്കെ എഴുന്നേറ്റ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നിട്ട് ഒരാൾ പ്രാർത്ഥിച്ച് മറ്റേ ആമീൻ പറഞ്ഞു നോക്കണം. ഒരാളെന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. അത് ഇയാൾ തന്നെ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. പ്രാർത്ഥിക്കണമെങ്കിലൊക്കെ കുറേ കിതാബ് ഓതണ്ടേ. എന്തിന് പടച്ച റബ്ബിനോട് കിതാബിന്റെ ബന്ധം? അത് പരിശുദ്ധ ഖുർആനാവുന്ന കിതാബിന്റെ ബന്ധം തന്നെ മതി. നമുക്കറിയാവുന്ന ഭാഷയിൽ ഹൃദയം പൊട്ടി റബ്ബിനോട് പറയുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. റബ്ബാണ് എന്ന വിശ്വാസത്തോടുകൂടെ പടച്ച റബ്ബിനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ അടിസ്ഥാനപരമായും മികച്ച രീതിയിലും അർഹൻ എൻ്റെ റബ്ബാണ് എന്ന ബോധത്തോടുകൂടെ ആ റബ്ബിനോട് നമ്മുടെ വികാരങ്ങൾ പങ്കുവെക്കുന്ന ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. അതൊരാൾ പ്രാർത്ഥന നടത്തിയിട്ട് മറ്റേയാൾ ഇങ്ങനെ ആമീൻ പറഞ്ഞു നിന്ന് പിന്നെ അവർ ഖുർആനോത്തിലേക്ക് കടന്ന് ആ ഒരു ആത്മീയമായ ലോകത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും സുഭദ്രമായിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ആധുനിക കാലത്തും ഉമ്മ കൊഞ്ചിച്ചു വളർത്തിയ ചില പുതിയ അപ്പളമാരുണ്ടാവും. ഉമ്മക്ക് കുറേ കാലം കഴിഞ്ഞുണ്ടായ കുട്ടിയായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഉമ്മക്ക് കുട്ടികളോട് അങ്ങനെ ആയിരിക്കും, ഭയങ്കരമായ ബന്ധമായിരിക്കും. അങ്ങനെ ആ കുട്ടി വലുതാകുന്നു, അവൻ കല്യാണമൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ഉമ്മാക്ക് അവൻ പഴയ കുട്ടിയാന്നുള്ള ആ ഒരു നൊസ്റ്റാൾജിയ മാറുന്നില്ല. എല്ലാം ഉമ്മാനോട് ചെയ്തിരിക്കണം. ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് വരികയാണ് ഈ ഭർത്താവുന്ന ചങ്ങാതി. ഉമ്മാൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. ഉമ്മ അപ്പോഴേ അവനോടൊപ്പം യാത്ര തുടങ്ങും. അങ്ങോട്ട് പോകണ്ട് ഇങ്ങോട്ട് പോകണ്ട് പോരുമെന്ന് പറഞ്ഞിട്ട്. അപ്രകാരം തന്നെ ജോലി സ്ഥലത്തേക്ക് പോയാൽ കോൾ ചെയ്യേണ്ടത് ഉമ്മനോടാണ്. ഭാര്യനോട് സംസാരിക്കേണ്ടതൊക്കെ ഉമ്മ വഴിയാവണം. അങ്ങനത്തെ ചില മഠയന്മാർ ഈ ലോകത്തുണ്ട്. ഉമ്മാനെ പരമാവധിക്കപ്പുറം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഉമ്മയ്ക്ക് വേണ്ടി സേവനം ചെയ്യുകയൊക്കെ വേണം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാകുന്ന ദാമ്പത്യത്തിലും കുടുംബ ബന്ധത്തിലും ഒരു നിലക്കും വിഘ്നം വരാൻ പാടില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? ഈ പെണ്ണിന് എല്ലാ അർത്ഥത്തിലുമുള്ള മാനസികമായ സമ്മർദ്ദങ്ങളായിരിക്കും. ഇതിന് ഇതൊരു അസുഖമാണ്, ശരിക്കും മാനസിക രോഗമാണ്. അമിത വൈകാരികമായ ആശ്രയത്വം എന്നാണ് ഇതിനെപ്പറ്റി പറയാം. എന്തുമ്മനോട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് 2 ദിവസം മാത്രം നിൽക്കുമ്പോൾ അങ്ങാടി പോകുമ്പോൾ ഉമ്മ ഞാൻ പോയി വരാമെന്ന് പറയാം. ഉമ്മാനോട് അങ്ങനെ പറഞ്ഞോളൂ. പക്ഷെ ആദ്യം അവളോട് പറഞ്ഞിട്ട് പോകണം. ആദ്യം അവളോട് പറയാം ഞാൻ അങ്ങാടി പോയി വരാം, എനിക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉമ്മ ഞാൻ പോകാട്ടോ എന്ന് പറയാം. ഉമ്മാനെ മാനിക്കരുത് എന്നാണോ? നന്നായിട്ട് മാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം, ഉമ്മാൻ്റെ വാക്കുകൾ മുഴുവൻ കേൾക്കണം. പക്ഷെ അത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ നമുക്ക് വലിയ തടസ്സങ്ങളാവാൻ പാടില്ല. നമ്മളെ മാത്രം പ്രതീക്ഷിച്ചു വന്നവരാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിത്വം. അവർക്ക് സ്വയം വ്യക്തിത്വം ഉണ്ട്. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്നു. അവളെ നന്നായിട്ട് മാനിക്കുന്ന സഹോദരന്മാരുണ്ടായിരുന്നു. അവളോട് ഏത് കാര്യവും ചർച്ച ചെയ്യുന്ന ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു. ആ ഒരു വിശാലമായ കൊട്ടാരത്തിലെ രാജകുമാരിയായി വാഴുമ്പോഴാണ് അവർ ഈ ഒരു മമ്മൂട്ടിമ്മക്ക് കല്യാണം കഴിച്ചു വരുന്നത്. പിന്നെ അവർക്ക് യാതൊരു പരിഗണനയും കിട്ടുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട്? അവഗണിക്കുന്നു എന്ന ശക്തമായ തോന്നലുണ്ടാവും. ഇത് കാരണം ആത്മവിശ്വാസത്തിൽ നല്ല കുറവുണ്ടാവും. ഇതിൻ്റെ അനുബന്ധമായി ഉത്കണ്ഠയും വിഷാദവും വരും. അന്തമുട്ടിങ്ങനെ ഇരിക്കും. അതോടുകൂടെ രക്തക്കുറവ് സംഭവിക്കും. അതോടുകൂടെ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് തന്നെ വരും. 4-മതായി വൈകാരികമായ മരവിപ്പുണ്ടാകും. സെക്സിനെ കുറിച്ചുള്ള മോഹങ്ങളും പ്രതീക്ഷകളൊക്കെ തീരും. ചിലപ്പോഴൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് അതിന് സന്നദ്ധയാകും. പക്ഷെ അവൾ ഏതോ ഒരു ലോകത്തായിരിക്കും. ഇത് നിരന്തരം സംഭവിക്കുമ്പോൾ തീർച്ചയായും ആ പെണ്ണിൽ
സമൂലമായ മാറ്റം ഉണ്ടാവും. അവളുടെ സൗന്ദര്യം കുറയും, അവളുടെ ആരോഗ്യം ക്ഷയിക്കും, അവൾ ഒട്ടിപ്പിടിച്ചൊരു പേക്കോലായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിനൊക്കെ പരിശോധിച്ചാൽ 7ഉം 6ഉം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ 13-14 ആവണമെന്ന് ഡോക്ടർ പറയും. എന്ത് കഴിച്ചാലും അത് ഉള്ളിൽ കൊള്ളൂല, കഴിക്കൂല. ഉമ്മക്ക് സാമ്പത്തികമായ ശ്രദ്ധ കുറച്ച് കൂടുതലാണ് സപ്പോസ്. അപ്പൊ ശമ്പളം കിട്ടിയതൊക്കെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കണം. ഉമ്മ ചോദിച്ചു വാങ്ങും. അങ്ങനത്തെ ഒരു കുടുംബത്തെ കുറിച്ച് നേരിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഉമ്മ ചോദിച്ചു വാങ്ങും. അപ്പൊ ഈ പെണ്ണിന് ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനോ അത് ഉമ്മാനോട് ചോദിച്ച് അന്വേഷിച്ച് ഉമ്മ പ്രാഗി പറഞ്ഞു കൊടുത്തിട്ട് വേണം. എങ്ങനെ ഉണ്ടാവും ആ ഒരു ഭാര്യയാകുന്ന സ്വന്തം വ്യക്തിത്വം പലരും ചേർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധ വേണ്ടത് നമ്മളാണ്. എന്താണ് കുറവെന്ന് പരിഹരിക്കണം. അപ്പൊ ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ആടിന്റെ കരളൊക്കെ മേടിച്ചു കൊടുക്കണം, നല്ല അനാറ് വാങ്ങിയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കണം, ഈത്തപ്പഴം നല്ല സൈസ് തന്നെ വാങ്ങിയിട്ട് അവരുടെ റൂമിൽ പ്രത്യേകമായി സ്റ്റോർ ചെയ്യണം. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കണം ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഉമ്മ അങ്ങനെ ലോകത്തിന് എതിർക്കുന്ന ഒരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന് ഒരു വീട്ടിലിട്ടിട്ട് ഇങ്ങനെ ഒരു വീട്ടു തടങ്കൽ എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം പറയേണ്ടി വരും പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രത്യേകിച്ചും. ഇനി സാമൂഹികമായി കുറെ പ്രശ്നങ്ങളുണ്ട്. തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ പെണ്ണിനില്ലല്ലോ. ഫോം വിളിക്കാൻ പോലും ഇല്ലല്ലോ. ഭർത്താവ് ഫോം വിളിക്കണത് ഉമ്മാക്കാണ്, എന്നിട്ട് എന്താ അവളെ വർത്താനം ചോദിക്കലിൽ ഒതുങ്ങുന്നു. അതുകൊണ്ട് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരും. ദാമ്പത്യത്തിൽ അകൽച്ച ഉണ്ടാകും, സാമൂഹികമായി ഒറ്റപ്പെടലുണ്ടാകും. ഇത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും. ഗർഭസ്ഥ ശിശുവാണെങ്കിലും പുറത്തു വന്ന ജനിച്ച കുട്ടിയാണെങ്കിലും. കാരണം ആർക്കു വേണ്ടി അപ്പൊ ഇവനെ പോറ്റണമെന്നുള്ള ഒരു ശ്രദ്ധയിലാണ്, ചിന്തയിലാണ് ഈ പെൺകുട്ടി കുഞ്ഞിനോടുള്ള സമീപനം പോലും ഉണ്ടാവുക. അല്ലാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭർത്താവ് എന്നുള്ള സങ്കല്പം അവർക്കില്ല, തന്നെ മാനിക്കുന്ന ഒരു ഭർത്താവ് എന്നുള്ള ചിന്ത അവൾക്കില്ല. അയാളുടെ ഏതോ ഒരു താല്പര്യത്തിന്റെ അധ്വാനം നടന്നപ്പോൾ ഉപോൽപ്പന്നമായി ജനിച്ചൊരു സാധനം എനിക്കൊരു ശല്യം എന്നുള്ള രീതിയിലേ കുഞ്ഞിനെ കാണാൻ ഈ പെണ്ണിന് പറ്റുള്ളൂ. ഇതൊരു കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പരം പങ്കുവെപ്പിന്റെയും പ്രത്യേകമായ ഒരു ലോകമാണ്. അവിടെ ഉമ്മമ്മൊട്ടിങ്ങനെ നിന്നാ പറ്റൂല. ഇതിന് പരിഹാരം ഉണ്ടാവണം. തുറന്ന സംസാരത്തിന് പെൺകുട്ടി മുതിരണം. അല്ലെങ്കിൽ ഇദ്ദേഹം മാനിക്കുന്നതായ മൂത്താപ്പനെ പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഇതിൽ ഇടപിടിപ്പിക്കണം. പിന്നെ അതിർവരമ്പുകൾ നിശ്ചയിക്കണം. എത്രയൊക്കെയാണ് ബന്ധം വേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഉമ്മാനെ മാനിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ഭർത്താവ് മാറണം. ഉമ്മാനെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കണം, സഹായിക്കണം, ഉമ്മക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കണം. പക്ഷെ 4 ദിവസത്തിന് വിരുന്ന് വന്നാൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ കടന്നുറങ്ങേണ്ടത് ഉമ്മാന്റെ ഒപ്പാണെന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ മുന്നിൽ ഇപ്പോഴും അത് ചെറിയ കുട്ടിയാണ്. ഉമ്മക്കാരുടെ ഒസ്റ്റാളജിയം വിട്ടിട്ടില്ല. പക്ഷെ ഇത് അന്തത്തോടു കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതിർവരമ്പുകൾ നിശ്ചയിക്കാനും ഈ ഭർത്താവിന് പറ്റണം. ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് പോകണം. ഭർത്താവിനുമായുള്ള ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട പ്ലാന് ഭാര്യ തയ്യാറാക്കണം. സമയവും സന്ദർഭവും അനുസരിച്ച് ആ വിഷയത്തിലേക്ക് അവർ സംസാരം കൊണ്ടുപോകണം. എനിക്കെന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുറച്ചുകൂടെ ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കണം. വീട്ടിൽ പോയിട്ട് കുറ്റം എന്നുള്ള രീതി പറയാതെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന മിടുക്കനായ വല്ല അമ്മാവനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും ഒരു പെൺകുട്ടിയെ എവിടുന്നോ കൊണ്ടുവന്നിട്ട് അവളെ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശൈലി മതപരമായും സാമൂഹികമായും ഒരു നിലയ്ക്കും അനുവദിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും. അസമയത്ത് ഭർത്താവിൻ്റെ മാതാവ് മാറുന്നത് വരെ ഞാനും ഇങ്ങനെ എരിഞ്ഞ് ജീവിക്കട്ടെ എന്ന് കരുതുന്നതിനപ്പുറം അവൾ സ്വയം വിലമതിക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹവും തമ്മിലുള്ള അമിതമായ ബന്ധത്തിൻ്റെ ചില നെഗറ്റീവായ ഫലങ്ങൾ ഞാൻ അനുഭവിക്കുന്നതിന് ഉള്ളൂ എന്നും പറഞ്ഞ് ആശ്വസിച്ചിട്ട് അവൾ സ്വയം ഒരു ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കണം. വൈകാരികമായ അകലം വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ബോധ്യപ്പെടുത്തണം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് അവർ എത്തണം. പുതിയ കഴിവുകൾ വളർത്തണം. ഇങ്ങനെയൊക്കെ ഇത്തരം അവഗണനയോട് ക്രിയാത്മകമായി പ്രതികരിച്ച് അവസാനം തൻ്റെ ഭർത്താവിനെ കൂടെ മാറ്റി നന്നാക്കിയെടുക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടും മറ്റും ഭർത്താവിനെ ഒരു പ്രായോഗിക മനുഷ്യനാക്കുന്ന, ഈ റോബോട്ടായിട്ട് ഇങ്ങനെ ആരോ
ചെയ്ത സോഫ്റ്റ്വെയർ അനുസരിച്ച് ജീവിക്കുന്ന തലത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്വയം ചിന്തിക്കാനും സ്വയമായി ജീവിക്കാനും പറ്റുന്ന ഒരു തലത്തിലേക്ക് ഭർത്താവിനെ മാറ്റണം. അതിന് നല്ല സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം ചിലപ്പോൾ വേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്തുള്ള അമ്മാവൻ്റെയോ മൂത്താപ്പൻ്റെയൊക്കെ സഹായം തേടേണ്ടി വരും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവും, വാപ്പ നല്ല ഉഷാറായിരിക്കും, ഉമ്മ ആയിരിക്കും ഈ ഗതികേടിൻ്റെ ആള്, അപ്പോൾ വാപ്പനോട് പറയേണ്ടി വരും. എന്തായാലും കുടുംബബന്ധത്തിൽ സാധാരണ നമ്മൾ പറയുന്ന മൊബൈൽ പറ്റുപോലെ സംഗതികളുടെ സ്വാധീനം ഇതൊന്നും ഞാൻ തൽക്കാലം പറഞ്ഞിട്ടില്ല. നമ്മൾ തന്നെയും പല പ്രഭാഷണത്തിലും നമ്മളത് കേൾക്കുന്നതാണ്. അതല്ലാത്ത ചില സംഗതികളാണ് പറയാൻ ശ്രമിച്ചത്. പടച്ച റബ്ബ് നല്ല മനോഹരമായ ദീനിന് ഉപകാരപ്പെടുന്ന കുടുംബബന്ധം നയിക്കാൻ നമുക്കും നമ്മളോട് ബന്ധമുള്ള എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് വിഘാതമാകുന്ന എല്ലാ പ്രവണതകളിൽ നിന്നും മാറി നിൽക്കാൻ പടച്ച റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.